ധർമ്മസ്ഥല കൊലപാതക പരമ്പര ആരോപണത്തിൽ ഗുരുതര ആരോപണവുമായി അഭിഭാഷകർ. ക്ഷേത്രഭൂമിയായ ബാഹുബലി കുന്നിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന സാക്ഷി വെളിപ്പെടുത്തിയ സ്ഥലത്ത് മണ്ണും മറ്റു വസ്തുക്കളും നിക്ഷേപിച്ചതായി ആരോപണം. സമീപകാലത്ത് 10 അടിയോളം മണ്ണാണ് ഇവിടെ നിക്ഷേപിച്ചതെന്നും അഭിഭാഷകർ പറയുന്നു. വിവരങ്ങളുമായി ജോസഫ് ചേരുന്നുണ്ട്. ജോസഫ്, വീണ്ടും പിടിമുറുക്കുകയാണ് ധർമ്മസ്ഥല കൊലപാതക പരമ്പരയിൽ. തെളിവുകൾ നശിപ്പിക്കാനായി ഓരോന്നും ചെയ്തു കൂട്ടുന്നു എന്ന് വേണം പറയാൻ. വാർത്തയുടെ വിവരങ്ങൾ എങ്ങനെയാണ്? രേണുക, ഇന്നലെ പ്രധാനമായും ക്ഷേത്രഭൂമിയായ ബാഹുബലി കുന്ന് കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന നടത്തിയത്. പക്ഷേ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ അഭിഭാഷകർ അടക്കം ഞെട്ടുകയായിരുന്നു. കാരണം ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള മാർക്ക് കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ മണ്ണ് നിക്ഷേപിക്കപ്പെട്ടതായി കണ്ടെത്തിയത് പിന്നീട് ആ ഘട്ടത്തിൽ തന്നെ വിയോജിപ്പ് അറിയിക്കുന്ന സാഹചര്യമുണ്ടായി. 10 അടിയോളം മണ്ണ് ഈ സാക്ഷി ചൂണ്ടി നൽകിയ സ്ഥലത്ത് നിക്ഷേപിക്കപ്പെട്ടതായാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനെതിരെയാണ് അഭിഭാഷകർ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത്. എന്തായാലും ഇത് ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് SIT സംഘത്തോട് അതുപോലെ തന്നെ ഈ അഭിഭാഷകർ വ്യക്തമാക്കുകയുണ്ടായി. ഇത്തരത്തിൽ ഈ രഹസ്യങ്ങൾ ചോർന്നു പോകുന്നതാണോ, അല്ലെങ്കിൽ ഈ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിൽ വലിയ രീതിയിൽ മണ്ണ് നിക്ഷേപിക്കുന്നതെന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഇന്നലെ പ്രധാനമായും ഈ ക്ഷേത്ര നഗരിയോട് ചേർന്ന പ്രദേശത്താണ് പരിശോധന നടത്തുന്നത്. ഇത്ര തിടുക്കത്തിൽ ഈ ക്ഷേത്ര പരിസരത്തേക്ക് കയറാനുള്ള കാരണം എന്താണ് എന്നും SIT സംഘത്തോട് ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിൽ ഈ അമ്പലത്തെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് വലിയ രീതിയിലുള്ള സമരങ്ങളൊക്കെ കണ്ടതാണ്. വലിയ രീതിയിൽ കലുഷിതമായ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. 70ഓളം സ്പോട്ടുകൾ ഉണ്ടായിരിക്കെ എന്തിനാണ് തിടുക്കത്തിൽ ക്ഷേത്രഭൂമിയിൽ SIT സംഘം കയറിയതെന്ന ചോദ്യവും അഭിഭാഷക സംഘം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാക്ഷി ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലത്ത് നിന്ന് വലിയ രീതിയിൽ മണ്ണ് നിക്ഷേപിക്കപ്പെടുന്ന സാഹചര്യമാണുള്ളത്. പല തെളിവുകളും ഇതിനോടകം തന്നെ നശിപ്പിക്കപ്പെട്ടു എന്നുള്ള ഒരു ആരോപണവും ഈ അഭിഭാഷകർ ഉയർത്തുന്നുണ്ട്. രേണുക.